മഹാരാജ്, അങ്ങയുടെ ചികിത്സ രീതിയും മരുന്നുകൾ ഉണ്ടാക്കുന്ന രീതിയും ഞാൻ നേരിട്ട് കാണാനിടയായി. അതിൽ ഞാൻ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷേ അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളും ഞാനത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്താണ് അഘോര കായകൽപ്പ ചികിത്സ? അഘോര കായകൽപ്പ ചികിത്സ ഇത് പാരമ്പര്യ ചികിത്സ തന്നെയാണ്. പക്ഷേ ഈ പാരമ്പര്യത്തെ നമ്മൾ പറയും പണ്ട് കാലത്ത് മരുന്നും മന്ത്രവും എന്ന്. ഇപ്പം മരുന്നുണ്ട്, മന്ത്രം പോയി. അഷ്ടാംഗ ഹൃദയത്തിലെ പോലും മന്ത്രങ്ങളൊക്കെ എടുത്ത് മാറ്റിവെച്ചാണ് പഠിപ്പിക്കാറുള്ളത്. മന്ത്രഭാഗത്തിന് യാതൊരു പ്രസക്തിയില്ല. അഘോര കായൽപ്പ ചികിത്സയിൽ മന്ത്രത്തിന് അതീവ പ്രാധാന്യമുണ്ട്. കൂടാതെ നാട്ടു ചികിത്സകളിൽ ഇപ്പോൾ കളരി മർമ്മ ചികിത്സ, സിദ്ധമർമ്മ ചികിത്സ, മർമ്മപ്രയോഗങ്ങൾ, മരുന്നിനൊപ്പം മർമ്മപ്രയോഗങ്ങളുണ്ട്. സാധാരണ ആയുർവേദത്തിൽ അങ്ങനെ മർമ്മ ചികിത്സകൾ വളരെ കുറച്ച് ഇപ്പം ചെയ്തു വരാറുള്ളൂ. പ്രത്യേകിച്ചും സിലബസുകളിലൊന്നും അത്ര മർമ്മ ചികിത്സകളെ പറ്റി ചെയ്യുന്നൊരു വളരെ കുറച്ച് പേര് മാത്രമേ പഠിക്കുന്നുള്ളൂ. പാരമ്പര്യ രീതിയിൽ മർമ്മങ്ങൾ, കാരണം അഭ്യാസം പഠിച്ചവരായിരിക്കുമല്ലോ ഇതൊക്കെ ചെയ്യുക. നമ്മൾ അഘോര കായകൽപ്പ ചികിത്സ എന്ന് വെച്ചാൽ ഇതും ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഏറ്റവും പ്രധാനം തന്ത്രത്തിലെ വിഭാഗമായ ചക്രങ്ങളുണ്ടല്ലോ, ആധാര ചക്രങ്ങൾ. അതിൽ 5 ചക്രങ്ങൾ: വിശുദ്ധ ചക്രം, അനാഹത ചക്രം, മണിപ്പൂര ചക്രം, സ്വാധിഷ്ഠാനം, മൂലാധാരം. ഈ 5 ചക്രങ്ങളിലാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന പഞ്ചേന്ദ്രിയങ്ങൾ, പ്രപഞ്ചത്തിന് ആധാരമായ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എല്ലാ അറിവുകളും ഈ പഞ്ചേന്ദ്രിയങ്ങൾ മൂലമാണ്. ഏതൊക്കെയാണ്? ചെവി, ത്വക്ക്, കണ്ണ്, നാക്ക്, സ്വാദ്, മൂക്ക്. ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൂടെ അല്ലാതെ പ്രപഞ്ചത്തെ അറിയാൻ നമുക്ക് സാധ്യമല്ല. അപ്പം ഇതിനെയെല്ലാം എവിടെ നിന്നാണ് നിയന്ത്രണം വരിക? അതിൻ്റെ ഫോമാണ് ചക്രങ്ങൾ, ആധാര ചക്രങ്ങൾ. ആധാര ചക്രങ്ങളിലെ ചികിത്സയാണ് ഈ പ്രാചീനമായിട്ടുള്ള അതിപ്രാചീനമുള്ള തന്ത്രത്തിലെ ചികിത്സ. ആ തന്ത്രശാസ്ത്രം ഏകദേശം ലുപ്തമായി പോയിരിക്കുന്നു. എന്നങ്ങനെ ചികിത്സ ചെയ്യുന്നത് വളരെ കുറവാണ്. അതിനൊപ്പം ഔഷധത്തെയും മന്ത്രത്തെയും ഈ പറഞ്ഞ മർമ്മ വിഭാഗത്തെയും എല്ലാം ചേർത്താണ് അഘോര കായകൽപ്പ ചികിത്സ ചെയ്യുക. അഘോര കായകൽപ്പ ചികിത്സയ്ക്ക് വേറൊരു പ്രത്യേകത കൂടുണ്ട്. ഈ രോഗത്തെപ്പറ്റി കാര്യമാക്കുന്നേയില്ല. നിങ്ങളുടെ ആരോഗ്യ പുനഃസ്ഥാപനമാണ് കായകൽപ്പ ചികിത്സയുടെ, അഘോര കായകൽപ്പ ചികിത്സയുടെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. നിങ്ങൾക്ക് രോഗം എന്തും ആയിക്കോട്ടെ, കാരണം ഇന്ന് രോഗങ്ങൾ അനേകമുണ്ട്, പല ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. ഓരോന്നിനും പേരിട്ട് വിളിക്കാൻ സാധ്യമല്ലല്ലോ. ഒരേപോലെ പേരുള്ള 2 പേർക്ക് ഒരേ അസുഖം വന്നാൽ, ഒരേ പേരുള്ള 2 പേർക്ക് ഒരേ അസുഖം വന്നാൽ പക്ഷേ ലക്ഷണങ്ങൾ പലതും വ്യത്യസ്തമായിരിക്കാം. ചികിത്സയും വ്യത്യസ്തമാവണ്ടേ? പാരമ്പര്യ ചികിത്സകൾ അവിടെയാണ് വ്യക്തിക്ക് ഊന്നൽ കൊടുത്ത് ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടാണ് ചികിത്സ ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ലോ, ജനറലൈസ് ആയി പോയിരിക്കുന്നതെല്ലാം. അങ്ങനെ ഒരു ചികിത്സാ സമ്പ്രദായം അല്ല അഘോര കായകൽപ്പ ചികിത്സ. താങ്കളുടെ ആരോഗ്യം പുനഃസ്ഥാപിക്കാൻ എന്തൊക്കെ വേണമോ അതൊക്കെയാണ് നമ്മളിവിടെ ചെയ്യാറ്. താങ്കളുടെ രോഗത്തെ ചികിത്സിക്കാൻ ഞാൻ ഡോക്ടറൊന്നും അല്ലല്ലോ. താങ്കളുടെ ആരോഗ്യത്തെപ്പറ്റി നമുക്കറിവുണ്ട്, താങ്കളുടെ പ്രകൃതിയെപ്പറ്റിയും താങ്കൾക്കുണ്ടായിരിക്കുന്ന വികൃതിയെപ്പറ്റിയും നമുക്കറിവുണ്ട്. അതിനനുസരിച്ച് താങ്കളുടെ ആരോഗ്യം പുനഃസ്ഥാപിക്കുമ്പോൾ താങ്കൾക്ക് സന്തോഷം ഉണ്ടാവും, നല്ല ഹെൽത്തി വൈബ്രൻസി ഉണ്ടാവും. ഇതൊക്കെയാണ് ആയുർവേദത്തിലെ ചികിത്സയ്ക്കൊപ്പം തന്നെ ഈ അഘോര കായകൽപ്പ ചികിത്സ എന്ന പ്രാധാന്യമേറിയ, ഇന്നത്തെ കാലത്ത് ഈ കലിയുഗത്തിലെ അതിപ്രാധാന്യമേറിയ ചികിത്സാ സമ്പ്രദായം അല്ലെങ്കിൽ ആരോഗ്യ പുനഃസ്ഥാപന സമ്പ്രദായം വളർന്നു വരാൻ പോകുന്നത്. അത് പറഞ്ഞപ്പോൾ ഇതേ പ്രാധാന്യമുള്ള അങ്ങ് നിർദ്ദേശിക്കുന്ന ഒരു തന്ത്രം ഉണ്ടല്ലോ, അഘോര തന്ത്രം, അതും കൂടെ ഒന്ന് വിശദീകരിച്ച് തരാൻ പറ്റുമോ? ഇതെല്ലാം ഹാൻഡ് ടു ഹാൻഡ് ചേർന്ന് പോകുന്ന, കാരണം മനസ്സ് ശരീരം ഇതിനൊന്ന് വേർതിരിച്ച് കാണാൻ നമുക്ക് പാരമ്പര്യത്തിൽ വിധിയില്ല. മനസ്സ് എന്നാൽ ശരീരത്തിൻ്റെ സൂക്ഷ്മം, ശരീരം എന്നാൽ മനസ്സിൻ്റെ സ്ഥൂലം. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഒരേ ഭക്ഷണം കഴിച്ചാലും ശരീരം വ്യത്യസ്തമായി രൂപപ്പെടുന്നത്. നമ്മളുടെ ഓരോരുത്തരും മനസ്സും മനസ്ഥിതിയും നമ്മളുടെയൊക്കെ പ്രകൃതിയും ഒക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഇതിൽ അഘോരതന്ത്രം എന്നാൽ നമ്മുടെ ഈ മനസ്സില്ലേ, ഈ ഇന്ദ്രിയങ്ങളുടെയൊക്കെ നാഥനായിരിക്കുന്ന മനസ്സ്, അതിനെ മാനേജ് ചെയ്തലാണ് ജീവിത വിജയത്തിന് ഏറ്റവും ആവശ്യമുള്ള കാര്യം. അഘോരതന്ത്രം എന്നാൽ മൈൻഡ് മാനേജ്മെൻറ്റ് ടെക്നോളജി എന്ന് വിളിക്കാം. ഇന്ന് ടെക്നോളജിയുടെ കാലമാണല്ലോ. മനസ്സിനെ എങ്ങനെയാണ്, കാരണം മനസ്സിൻ്റെ ചലനങ്ങൾ എങ്ങനെയാണ്, വിചാരവികാരങ്ങൾ എങ്ങനെയാണ്, നമ്മുടെ തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻ, ഇതൊക്കെ നമുക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുക. നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് അതിനെ മാനേജ് ചെയ്യാനോ നമുക്കതിനെ കൺട്രോൾ ചെയ്യാനോ ഡൈവേർട്ട് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ലല്ലോ. ഇതിന് വിധിയുണ്ട്, പാരമ്പര്യ വിധിയുണ്ട്. അഘോരതന്ത്രത്തിൽ അതിന് വിധിയുമുണ്ട്, വഴിയുമുണ്ട്. ഷോർട്ട് ആയിട്ട് നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനൊരു സാധനമാണ്, അങ്ങനൊരു ടെക്നോളജിയാണ് ഈ അഘോര തന്ത്രം എന്ന് വിളിക്കുന്നത്.